Lab 13 limits. Using the input command f of x equal to e if x less than or equal to 2, comma x square plus 2x minus 4, x greater than 2, 6 minus 2x. Draw the graph of the function f of x. ഈ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കമാൻഡ് നമുക്ക് ഇൻപുട്ട് ബാറിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കമാൻഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റിൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2, കോമ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 4, കോമ എക്സ് ഗ്രേറ്റർ ദാൻ 2, കോമ 6 മൈനസ് 2x. എൻ്റർ അടിക്കുന്നു. ഇവിടെ നമുക്ക് ഓൾജിബ്ര വ്യൂവിൽ ഈ ഒരു ഫംഗ്ഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വീണ്ടും ഇവിടെ എയുടെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത് ഗ്രാഫ് പ്ലോട്ടായിട്ടെന്ന് എഴുതാം. ക്വസ്റ്റ്യൻ ബി ആയിട്ട് ഒബ്സർവ് ദ ഗ്രാഫ് റൈറ്റ് ദ ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 2. അതായത് ഈ ഗ്രാഫ് നോക്കിയിട്ട് എക്സ് ഇക്വൽ ടു 2വിലെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ കാണാം എക്സ് ഇക്വൽ ടു 2വിലെ ലെഫ്റ്റ് ലിമിറ്റ് 4 ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ 2വിലേക്ക് ലെഫ്റ്റിൽ നിന്നും അടുത്ത് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 4ലേക്ക് അടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ 2വിലെ റൈറ്റ് ലിമിറ്റ് 2 ആണ്. എക്സിൻ്റെ വാല്യൂ 2വിലേക്ക് റൈറ്റിൽ നിന്നും അടുത്ത് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വില y വില 2വിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. അതായത് ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 4, റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു 2. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഡിസ്കസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2വിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കാണാം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറൻ്റ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വലായിട്ട് വരികയാണെങ്കിൽ മാത്രമേ ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നതാണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ 2. ഓപ്പൺ എ ന്യൂ ജിയോജിബ്ര വിൻഡോ ആൻഡ് ക്രിയേറ്റ് എ സ്ലൈഡർ കെ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. പുതിയ ഒരു വിൻഡോ എടുത്തിട്ട് കെ എന്ന് പറയുന്ന ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലൈഡർ ടൂൾ എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു, സ്ലൈഡറിൻ്റെ പേര് നമ്മൾ കെ എന്ന് കൊടുക്കുന്നു. ഇവിടെ മിനിമം മാക്സിമം ഒന്നും മാറ്റേണ്ട കാര്യമില്ല. ഇൻക്രിമെൻ്റ് ആയിട്ട് നമ്മൾ 0.1 എന്ന് കൊടുക്കുന്നു. 0.1 എന്നാണ് ഇൻക്രിമെൻറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. നമുക്ക് കെ എന്ന പേരിലുള്ള ഒരു സ്ലൈഡർ വന്നിരിക്കുന്നതായിട്ട് കാണാം. വീണ്ടും നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ 1 കെ ഇൻറ്റു 3 മൈനസ് 2x സ്ക്വയർ, കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 3x മൈനസ് 2. ഇത് കൊടുത്തുകൊണ്ട് ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കമാൻഡ് നമുക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈ കമാൻഡ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ എ ആയിട്ട് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, സെറ്റ് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ ആസ് 2, ഒബ്സർവ് ദ ഗ്രാഫ് റൈറ്റ് ദ ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 1. സ്ലൈഡറിൻ്റെ വാല്യൂ 2വിൽ നിർത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ലൈഡറിൻ്റെ വാല്യൂ നമ്മൾ 2വിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം എക്സ് ഇക്വൽ ടു 1ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ചോദിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം എക്സ് ഇക്വൽ ടു 1ലെ ലെഫ്റ്റ് ലിമിറ്റ്, അതായത് എക്സിൻ്റെ വാല്യൂ 1ലേക്ക് എടുക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് വൈ വാല്യൂ വരുന്നത് 2വിലേക്കാണ്. അതുപോലെ തന്നെ 1ലെ റൈറ്റ് ലിമിറ്റ്, അതായത് എക്സിൻ്റെ വാല്യൂ 1ലേക്ക് റൈറ്റിൽ നിന്നും എടുത്തു വരുമ്പോൾ വൈ വാല്യൂ 1ലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ് ഇക്വൽ ടു 1ലെ ലെഫ്റ്റ് ലിമിറ്റ് 2ഉം റൈറ്റ് ലിമിറ്റ് 1ഉമാണ്. ഇതാണ് നമ്മളിവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 2, റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു 1. വീണ്ടും 2വിൻ്റെ ബി ക്വസ്റ്റ്യൻ ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ സോ ദാറ്റ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 1. റൈറ്റ് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ കെ ആൻഡ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 1. ഇവിടെ എക്സ് ഇക്വൽ ടു 1ലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം ഇവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ സ്ലൈഡറിൻ്റെ വാല്യൂ മാറ്റിക്കൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ രണ്ട് ലിമിറ്റുകളും ഈക്വൽ ആക്കിയാൽ മതി. കെ എന്ന് പറയുന്ന ആ സ്ലൈഡർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ സ്ലൈഡറിൻ്റെ വില നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഈ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 1 ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം.
k ഈക്വൽ ടു 1 എന്ന് വരുമ്പോഴാണ് ഈ രണ്ട് ലിമിറ്റുകളും കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1-ലെ ലിമിറ്റ് 1 തന്നെയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് k ഈക്വൽ ടു 1 എന്ന് വരുമ്പോൾ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷനും 1 എന്ന് വരുന്നു. അതാണ് നമ്മളിവിടെ ആൻസറായിട്ട് എഴുതുന്നത്. വീണ്ടും മൂന്നാമത്തെ ചോദ്യം, കൺസ്ട്രക്ട് ആൻ ആപ്ലെറ്റ് ആസ് ഫോളോസ്. താഴെ പറഞ്ഞ രീതിയിൽ ഒരു ആപ്ലെറ്റ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള വിൻഡോയിലെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു വിൻഡോ എടുക്കാം. അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു കൺസ്ട്രക്ട് 2 സ്ലൈഡേഴ്സ് A ആൻഡ് B വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. 2 സ്ലൈഡറുകൾ എയും ബിയും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ലൈഡർ ടൂൾ എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തെ സ്ലൈഡറിൻ്റെ പേര് A, ഇൻക്രിമെൻ്റ് എന്നുള്ളിടത്ത് നമ്മൾ 0.1 എന്ന് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത സ്ലൈഡർ B, ഇൻക്രിമെൻ്റ് നമ്മൾ 0.1 എന്ന് തന്നെ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് 2 സ്ലൈഡറുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നു ചേഞ്ച് ദ മാർക്കിംഗ് ഓൺ ദ എക്സ് ആക്സിസ് ഇൻ ടൈംസ് ഓഫ് π/2. എക്സ് ആക്സിസിലെ മാർക്കിങ് π/2 ആക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഗ്രാഫിക്സ് വ്യൂവിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ആ വിൻഡോയിൽ ഗ്രാഫിക്സ് എന്നത് സെലക്ട് ചെയ്യുക. ഈ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു വിൻഡോ വരും. അവിടെ എക്സ് ആക്സസ് എന്നുള്ള ആ ഒരു ടാബ് സെലക്ട് ചെയ്ത് അതിൻ്റെ താഴെ ഡിസ്റ്റൻസ് എന്ന് കാണാം. അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അവിടെ ടിക്ക് കൊടുത്ത് ആ ഡിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ താഴേക്കുള്ള ഒരു ഡ്രോപ്പ് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ π/2 കിടക്കുന്നതായിട്ട് കാണാം. ആ π/2 നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എക്സ് ആക്സിലെ മാർക്കിങ് π/2 ടേമിലേക്ക് ആയി മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ആ പ്രിഫറൻസ് എന്നുള്ള ആ ഒരു സെറ്റിങ്സിൻ്റെ പോലത്തെ ഒരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും നമുക്ക് ഈ ഗ്രാഫിക്സ് എന്നുള്ള സ്ഥലത്തേക്ക് വന്ന് എക്സ് ആക്സിസ് സെലക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ യൂസിങ് ദ ഇൻപുട്ട് ഇഫ് എക്സ് ആർ ലെസ് ദാൻ π/2, a star sin x, 2/π x plus b. ഈ കമാൻഡ് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കമാൻഡ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. ഈ കമാൻഡ് നമ്മൾ താഴെ ഇൻപുട്ട് ബാറിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് വന്നിരിക്കുന്നതായിട്ട് കാണാം. Find the values of the sliders A and B so that the limit of the function at π/2 is 2. Draw a rough sketch of the graph of the function in your answer sheet. അതായത് സ്ലൈഡർ എയും ബിയും നീക്കിക്കൊണ്ട് π/2 ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് 2 ആക്കി മാറ്റാനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം π/2 റൈറ്റ് ലിമിറ്റ് 2 ആണ്, പക്ഷേ ലെഫ്റ്റ് ലിമിറ്റ് 1 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളിവിടെ സ്ലൈഡർ നീക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ സ്ലൈഡർ നീക്കുമ്പോൾ നമുക്ക് കാണാം ലെഫ്റ്റ് ലിമിറ്റ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. എയുടെ വാല്യൂ 2ലേക്ക് കൊണ്ടുവരുമ്പോൾ π/2 ലെഫ്റ്റ് ലിമിറ്റും 2 ആകുന്നുണ്ട്. അതായത് ഇപ്പോൾ π/2 ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 2 ആണ്. ആ സന്ദർഭത്തിൽ എയുടെ വാല്യൂ 2ഉം ബിയുടെ വാല്യൂ 1ഉമാണ്. അപ്പോൾ നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത് ഇതാണ്. ആപ്ലെറ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യം നമ്മൾ എഴുതുന്നു. അതുപോലെ തന്നെ A = 2, B = 1 ആൻസറായിട്ട് എഴുതുന്നു. അതിൻ്റെ ഒരു ഗ്രാഫ് റഫായിട്ട് നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് നമ്മൾ വരയ്ക്കുകയും വേണം, കാരണം അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്രാഫ് വരയ്ക്കാനായിട്ട്. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ലാബിൻ്റെ ആൻസറുകൾ പേപ്പറിൽ എഴുതേണ്ടത്.